ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാർ, ഭരണഘടനാ അസംബ്ലി ചർച്ചകളുടെ മലയാള പരിഭാഷയാണ് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നത്. ഈ ഉദ്യമത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ആദ്യമേ തന്നെ അഭിനന്ദിക്കട്ടെ. ഇതോടൊപ്പം വജ്രകാന്തിയിൽ 14-ാം കേരള നിയമസഭ കേരളം പാസാക്കിയ നിയമങ്ങൾ, പ്രഭാവ പഠനങ്ങൾ വാല്യം 2, ബജറ്റ് പ്രസംഗങ്ങൾ വാല്യം 1ഉം 2ഉം, സഭാധ്യക്ഷൻ്റെ റൂളിങ്ങുകളും തീരുമാനങ്ങളും, ഇത്രയും പുസ്തകങ്ങളും ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ കേരള നിയമസഭ പുരോഗമനപരവും വിപ്ലവാത്മകവുമായ അനേകം നിയമനിർമ്മാണങ്ങൾക്ക് വേദിയായിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കിയാൽ കേരള നിയമസഭ ഈ കാലയളവിൽ പാസാക്കിയ പല നിയമങ്ങളും സംസ്ഥാനത്തിൻ്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മണ്ഡലങ്ങളിലും ജനജീവിതത്തിലും ദൂരവ്യാപകമായ ഫലങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ നിയമങ്ങളുടെ ചുവട് പിടിച്ച് മറ്റ് സംസ്ഥാനങ്ങൾ മാത്രമല്ല, കേന്ദ്ര സർക്കാർ പോലും നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നത് കേരളത്തിന് അഭിമാനിക്കാൻ വക നൽകുന്നു. അതെല്ലാം രേഖപ്പെടുത്തുന്നതാവും ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന ഈ 4 പുസ്തകങ്ങളും. നിയമസഭയിൽ 25 വർഷം പൂർത്തിയാക്കുന്ന നിയമസഭാ സാമാജികർ, മുതിർന്ന മുൻ നിയമസഭാ സെക്രട്ടറിമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകർ, മുതിർന്ന മുൻ നിയമസഭാ ജീവനക്കാർ എന്നിവരെയും ദേശീയ, അന്തർദേശീയ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് മെഡലുകൾ കരസ്ഥമാക്കിയ മുൻ നിയമസഭാംഗം ശ്രീ MJ ജേക്കബിനെയും ഇവിടെ ആദരിക്കുകയാണ്. ഭരണഘടനാ നിർമ്മാണ ചർച്ചകൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വിദഗ്ധ സമിതി ചെയർപേഴ്സണുള്ള പുരസ്കാരവും മാധ്യമ അവാർഡും കലാപുരസ്കാരങ്ങളും മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും ഇന്നിവിടെ വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. ഇവരെ എല്ലാവരെയും ഹാർദമായി അഭിനന്ദിക്കട്ടെ. ഈ ചടങ്ങിൽ എൻ്റെ കർത്തവ്യം ഭരണഘടനാ അസംബ്ലി ചർച്ചകളുടെ മലയാള പരിഭാഷയുടെ ആദ്യ വാല്യം പ്രകാശനം ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലേക്ക് അല്പം കടക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. കേരള നിയമസഭയുടെ മാതൃകാപരമായ മുൻകൈയാണ് ഈ പരിഭാഷ. ഭാഷാ സങ്കീർണതകളുടെ തടസ്സമില്ലാതെ പൊതുപ്രവർത്തകർക്കും ഗവേഷകർക്കും പൊതുജനങ്ങൾക്കും ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണ വഴികൾ മനസ്സിലാക്കാൻ ഉതകുന്ന ഒന്നാകും ഈ ഭരണഘടനാ അസംബ്ലി ചർച്ചകളുടെ പരിഭാഷ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ 6337 പേജുകളുള്ള ഔദ്യോഗിക റിപ്പോർട്ട് 12 വാല്യങ്ങളിലായി ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ 1950 പ്രസിദ്ധീകരിച്ചത്. 1946 ഡിസംബർ 9 മുതൽ 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുന്നതുവരെയുള്ള ചർച്ചകളാണ് അതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതിൽ ആദ്യ വാല്യത്തിൻ്റെ പരിഭാഷയാണ് ഇന്നിവിടെ പ്രസിദ്ധീകരിക്കുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഭരണഘടനയാണ് നമ്മുടേത്. അതിൻ്റെ ഇംഗ്ലീഷ് കോപ്പിയിൽ 1,17,369 വാക്കുകളാണുള്ളത്. എന്നാൽ ഈ വലിപ്പത്തിലേക്കും ഗരിമയിലേക്കും നമ്മുടെ ഭരണഘടന എത്തിച്ചേർന്നത് എങ്ങനെയാണ്? അവിടെയാണ് ഭരണഘടനാ അസംബ്ലി ചർച്ചകളുടെ പ്രാധാന്യം. വിജയിച്ച ഭരണഘടനകൾ ഒത്തുതീർപ്പുകളുടേതു കൂടിയാണ് എന്ന് പറയാറുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ കാര്യത്തിൽ ഇത് ഏറെ ശരിയാണ് താനും. ഒത്തുതീർപ്പെന്നാൽ
വിട്ടുവീഴ്ച എന്നതല്ല അർത്ഥമാക്കുന്നത്. ആശയവൈവിധ്യങ്ങൾ സംഗമിച്ചതിൻ്റെ ഫലം എന്നാണ്. അനേകം ആശയധാരകളുടെ സംവാദത്തിൽ നിന്നുണ്ടായ ഒരു നിയമശില്പരൂപമാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയാം. പരിണതപ്രജ്ഞരായ നമ്മുടെ മുൻഗാമികൾ ദിവസങ്ങളോടെ നടത്തിയ ചർച്ചകൾ, അവയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾ എല്ലാമാണ് നമ്മുടെ ഭരണഘടന. നമ്മുടെ ഭരണഘടന രൂപപ്പെട്ട അടിസ്ഥാന തലം ആശയ സംവാദങ്ങളുടേതാണ്. ആ സാധ്യത ഇന്നിവിടെ നിലനിൽക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. നിർഭയമായ എതിരഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യം ഈ രാജ്യത്തുണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത്തരം പരിശോധനകളാണ് ഭരണഘടനയുടെ ആഴവും അതിന് സമൂഹത്തിലുള്ള പ്രാധാന്യവും മനസ്സിലാക്കി തരിക. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തന്നെ കൂച്ചുവിലങ്ങിടപ്പെട്ടാൽ പിന്നെ എവിടെയാണ് ഭരണഘടനാപരമായ മറ്റ് അവകാശങ്ങൾക്ക് പ്രസക്തി? ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഭരണഘടനാ വിദ്യാഭ്യാസം. എന്തുകൊണ്ടെന്നാൽ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളെക്കുറിച്ച് വ്യക്തതയില്ലാത്തവരാണ് സമൂഹത്തിലെ ഭൂരിപക്ഷവും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഉരുക്കുമുഷ്ടികൾക്കും അടിച്ചമർത്തലുകൾക്കും പലരും വിധേയരാവുകയും ചെയ്യും. രാജ്യത്തെ വർത്തമാനകാല സാഹചര്യം പരിശോധിച്ചാൽ അത് മനസ്സിലാവും. ഇത്തരം അടിച്ചമർത്തലുകളെ നേരിടാനുള്ള പൗരൻ്റെ ഏറ്റവും വലിയ പരിചയമാണ് ഭരണഘടന. അത് നൽകുന്ന അവകാശങ്ങൾ കൃത്യമായി അറിയുന്നവർക്ക് മാത്രമേ ആ അവകാശങ്ങളുടെ നിഷേധത്തിനെതിരെ അർത്ഥപൂർണമായി ഭരണഘടനയെ ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ സാധ്യത സാധാരണ ജനങ്ങൾക്കാകെ പ്രാപ്തമാക്കുന്നതിന് സഹായിക്കുമെന്നതാണ് ഈ പരിഭാഷയുടെ ഏറ്റവും വലിയ പ്രസക്തി. വൈവിധ്യമാർന്ന ആശയധാരകളുടെ സൃഷ്ടിയാണ് ഭരണഘടന. അതിൽ തദ്ദേശീയവും വിദേശീയവുമായ ജനാധിപത്യ അംശങ്ങളുണ്ട്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെയും അമേരിക്കൻ ഭരണഘടനയുടെയുമെല്ലാം ആശയങ്ങളുണ്ട്. സോഷ്യലിസ്റ്റ് സങ്കല്പങ്ങളുണ്ട്. പഞ്ചായത്ത് സമ്പ്രദായം മുതൽ ജനാധിപത്യ വികേന്ദ്രീകരണം വരെയുള്ള ചിന്താ പദ്ധതികളുണ്ട്. ഇവയുടെയെല്ലാം സത്തകളെ സന്നിവേശിപ്പിക്കാനുള്ള സവിശേഷ രൂപത്തിലുള്ള ഒന്നാണ് നമ്മുടെ ഭരണഘടന.